ഹായ് കൂട്ടുകാരെ, സുനിൽ അഗ്രിടെക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് നമ്മുടെ 10 മണി ചെടി മഴക്കാലമാകുമ്പോൾ പല കളറും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിച്ച് നിർത്താമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മഴക്കാലമാകുന്നതിന് മുമ്പ്, മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മളെടുത്ത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് തന്നെ അതിലിപ്പോഴും നമുക്ക് പൂവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ചീച്ചിലൊന്നും തട്ടാതെ തന്നെ പൂവുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എടുത്തു വെക്കുമ്പോൾ ഇതുപോലെ മഴ നനയുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കതെടുത്ത് മഴ നനയുന്നിടത്തു നിന്ന് മാറ്റിയെടുത്ത് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം. അതായത് മഴ ഏൽക്കാത്തതും എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്നതുമായുള്ള സ്ഥലങ്ങളിലേക്ക് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ പൂവാണെങ്കിൽ കിട്ടുകയും ചെയ്യും. കളറുകളൊന്നും മിസ്സാവാതെ നമുക്ക് സംരക്ഷിച്ച് നിർത്താനും പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഒരു ടയറിൽ നമ്മൾ ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് അധികം ഇതിൻ്റെ തണ്ടൊന്നും മൂത്തിട്ടില്ല എങ്കിലും നമ്മളത് കുറച്ച് മഴയൊക്കെ ആയിട്ട് ഒരു ചീച്ചിൽ പോലെയൊക്കെ തട്ടിക്കൊണ്ട് നമ്മളിതെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെക്കുമ്പോഴെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, നല്ലോണം അറഞ്ചം പുറഞ്ചം അങ്ങ് വെട്ടിക്കൊടുക്കുക, ഈ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ അങ്ങ് വെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ല കരുത്തോട് കൂടിയിട്ട് പുതിയ മുളകൾ, ഇഷ്ടംപോലെ മുളകൾ വന്ന് അതിൽ നല്ല കരുത്തോട് കൂടിയിട്ട് വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് പൂവ് അധികമായിട്ട് നമുക്ക് കിട്ടുമൊന്നുമില്ല, പൂവ് നമുക്ക് വേണമെന്നില്ല. കാരണം നമ്മൾ വേനൽക്കാലത്താണ് ഈ 10 മണി പൂ ശരിക്കും നല്ല രീതിയിൽ പൂക്കുക. അപ്പോൾ ഇതെല്ലാം വെട്ടി നിർത്തി നമുക്ക് കളറുകളൊന്നും പോകാത്ത രീതിയിൽ സംരക്ഷിച്ച് നല്ല കരുത്തോട് കൂടിയിട്ട് ചെടിയെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നു. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ചോടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇളക്കിയിട്ട് നമുക്കൊന്ന് കുറച്ച് നല്ല ഉണങ്ങിയ മണ്ണുണ്ടെങ്കിൽ, അധികം ചളിയാവാത്ത മണ്ണുണ്ടെങ്കിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത്, പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇത് മണ്ണും മണലും കൂടി മിക്സാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇത് കണ്ട്, ഇതൊക്കെ നമ്മളിപ്പോൾ പിന്നെ മഴയത്ത് മുമ്പ് എടുത്ത് വെച്ചുകൊണ്ടായതുകൊണ്ട് പൂക്കും. ഇതിപ്പോൾ പൂ സമയം കഴിഞ്ഞുകൊണ്ട് പൂ പോയതാണ്. ഇതൊക്കെ നമ്മൾ മഴയത്ത് മുമ്പ് തന്നെ ഇതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് എല്ലാം മാറ്റി വെച്ചേക്കുകയാണ്. നമ്മൾ ഷെയ്ഡുകളിൽ സ്റ്റെയറിൻ്റെ മുകളിൽ കുറേ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാ ചെടികളും മാറ്റിയിട്ടുണ്ട്. ഏകദേശം എല്ലാം നനഞ്ഞാൽ പ്രശ്നമാകുന്ന ചെടികളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും നമ്മൾ അന്നേരം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സ്ഥലങ്ങളിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് അതിലേക്ക് കുറച്ചുണ്ട്. അതെല്ലാം നമ്മൾ വേറെ സ്ഥലങ്ങളിൽ ഷീറ്റൊക്കെ കെട്ടിയിട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. കണ്ടോ, ഇതൊക്കെ ഇതൊന്ന് മാറ്റി വെക്കണം. ഇതിപ്പോൾ മഴ പെയ്തപ്പോൾ ഉണ്ട്, അതിൻ്റെ പൂവെല്ലാം പോയി ഇപ്പോൾ ഒരു ചെറിയ ചീച്ചിൽ പോലെയൊക്കെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് നല്ലോണം സംരക്ഷിച്ച് നിർത്തുക. ഇതുകൊണ്ട് നമുക്ക് പല രീതികളിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ബോർഡ് പോലെ ആക്കിയിട്ട് വെക്കാം. നമുക്ക് ഒരു ചിരട്ടയുണ്ടെങ്കിൽ ചിരട്ടയിൽ പോലും നമുക്കത് നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്നതാണ്. ഓരോ വെറൈറ്റി കളറുകൾ ഓരോ രീതിയിൽ നമുക്കിതുപോലെ തന്നെ നിലനിർത്തി നഷ്ടപ്പെട്ടു പോകാണ്ട് സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്നതാണ്. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ഇപ്പം ഞാനിത് മുകളിലെ നിലയിലേക്ക് കയറ്റിയാണ്. അപ്പോൾ അവിടുത്തെ സിറ്റ് ഔട്ടിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണിത്. ഇതെല്ലാം മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാം എടുത്ത് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി പുതിയ പോട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ചില കളറുകൾ പുറത്ത് മഴ നനയുന്ന കളറുകളൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. ഇതുകൊണ്ട് നല്ല കരുത്തോട് കൂടിയിട്ട് മുള പൊട്ടി വരുന്നുണ്ടോ. ഇതെല്ലാം ഓരോന്നിൻ്റെ ചുവട്ടിൽ 1 or 2 ചോടൊക്കെ ഉള്ളതാണ്. പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്തങ്ങ് നിർത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ അത് കണ്ടോ കുറേ മുളകൾ പൊട്ടി ഇങ്ങനെ വന്ന്. അപ്പം നമ്മൾ ഈ മഴ കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ട്, ഇതിപ്പോൾ നമ്മൾ മിസ്സായി പോകുന്ന കളറുകൾ ഉണ്ടെങ്കിൽ പുറത്തുള്ള കളറുകളൊക്കെ നമുക്കിതുപോലെ മണ്ണും മണലും മാത്രം മിസ് ചെയ്ത് അതിൻ്റെ അകത്ത് നട്ട് കൊടുത്താൽ മതി. ഓരോ തണ്ടെടുത്ത് നട്ട് കൊടുത്താൽ മതി, അത് അവിടെ പിടിച്ച് വളർന്നോളൂ. നമുക്ക് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് വെയിലത്തേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ എന്ത് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂവുകളുണ്ടാവും. അതുപോലെ തന്നെ ഒരു കളർ പോലും നമുക്ക് മിസ്സാവാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ കുറച്ച് കളറുകൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലം പ്രത്യേക ശ്രദ്ധ കൊടുത്തത് കളറുകളൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്